എല്ലാവർക്കും നമസ്കാരം. പക്വതയുള്ള ഒരു വ്യക്തിത്വം വികസിപ്പിക്കുന്നതിനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട പല മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്വയം അവബോധം എന്നുള്ളത്. ഈ സ്വയം അവബോധം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് അറിവ്, അതായത് നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കൊരു അറിവ് വേണം. പിന്നെ നമ്മൾക്ക് ഒരു ഉണർവ് വേണം. നമ്മുടെ ഉദ്ദേശ്യങ്ങൾ, നമ്മുടെ മനോഭാവങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരായിരിക്കണം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അറിവാണ്. അതിലൂടെയാണ് നമുക്ക് ഉണർവ് ലഭിക്കുക, പിന്നീട് ഉദ്ദേശ്യങ്ങളൊക്കെ സഫലമാകുക, അതുപോലെ തന്നെ നമ്മുടെ മനോഭാവങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, അതായത് നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതനുസരിച്ചാണ് നമ്മുടെ വികാരങ്ങൾ പ്രവർത്തിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ദുഃഖത്തിൻ്റെ ഒരു മേഖലയാണ്. ദുഃഖത്തിൻ്റെ ഒരു ചിന്തകൾ വന്നാൽ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന വികാരം ദുഃഖകരമായിരിക്കും. നമ്മുടെ ശരീരത്തിലൂടെ അത് സമൂഹത്തിലും നമ്മുടെ സുഹൃത്തുക്കൾക്കും കുടുംബത്തിലും നമ്മളാൽ ചുറ്റപ്പെട്ട എല്ലാവർക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പെരുമാറ്റങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് നമ്മൾ സ്വയം അവബോധം, നമ്മളെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അവബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ്. അറിവ്, ഉണർവ്, ഉദ്ദേശ്യം, മനോഭാവം, ഇതെല്ലാം നല്ലൊരു ലക്ഷ്യത്തിലെത്തുന്ന ഒരു വ്യക്തിത്വത്തിൽ കുടികൊള്ളുന്ന ഒരു പ്രധാനപ്പെട്ട തലങ്ങളാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റങ്ങളും എല്ലാം നമ്മൾക്ക് തന്നെ ഇനി നിയന്ത്രിക്കാം. അതാണ് ഒരു വ്യക്തി ജീവിതത്തിൽ സ്വയം അവബോധം എന്ന ഈ ഒരു പ്രധാനപ്പെട്ട തലം വഴി നമുക്ക് സമൂഹത്തിന് നൽകാൻ, സമൂഹത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി.